കാശാണ്. അതുണ്ടെങ്കിൽ ഒബാമ വരെ നമ്മുടെ മുന്നിൽ നിന്ന് ഫയർ ഡാൻസ് കളിക്കും. 2013 റിലീസായ ബൈസൈക്കിൾ തീവ്സ് ഞാൻ ആദ്യം കാണുന്ന സമയത്ത് തന്നെ എന്റെ മനസ്സിൽ സ്ട്രൈക്ക് ചെയ്ത ഒരു ഡയലോഗാണിത്. പിന്നീട് ഒരുപാട് നാൾക്ക് ശേഷം 2024 നമ്മളെ അംബാനിയുടെ മോന്റെ കല്യാണം നടന്നല്ലോ. അപ്പൊ അതിന്റെ ആ ഫംഗ്ഷനും പരിപാടിയൊക്കെ കണ്ട സമയത്ത് ഈ ഡയലോഗ് പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് തോന്നി. ഞാൻ അന്നേ എന്റെ മനസ്സിലുണ്ടായ ഡയലോഗായിരുന്നു, എപ്പോഴും എന്റെ മനസ്സിലുണ്ട്. വിജയ് ബാബു പറഞ്ഞൊരു ഡയലോഗായിരുന്നു കേട്ടോ ഇത്. 2013 ശരിക്കും ഈ ന്യൂജൻ സിനിമകള്, ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ടുള്ള പടങ്ങള്, എക്സ്പെരിമെന്റൽ ആയിട്ടുള്ള പടങ്ങള്, പുതിയ ടെക്നീഷ്യൻസ്, പുതിയ ആർട്ടിസ്റ്റുകളൊക്കെ ഇങ്ങനെ അടിച്ച് കയറി വരുന്ന സമയത്ത് വളരെ സൈലന്റ് ആയി വന്നിട്ട് വലിയ ഫ്ലോപ്പ് ഒന്നും അല്ലാതെ സിനിമ കണ്ട ആൾക്കാർക്കെല്ലാം ഒരു തീരെ മോശം അഭിപ്രായമൊന്നും ഇല്ലാത്തൊരു പടമാണ് ശരിക്കും ബൈസൈക്കിൾ തീവ്സ്. ഈ പടത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ വന്ന സമയത്ത് തന്നെ നമുക്ക് മനസ്സിലായി ഇതെന്തോ ഈ വളരെ കാം ആയിട്ടുള്ള ഒരു പടമാണ്. പോസ്റ്ററിലൊക്കെ യൂസ് ചെയ്തിട്ടുള്ള കളേഴ്സും കാര്യങ്ങളൊക്കെ ഭയങ്കര ലൈറ്റർ ആയിരുന്നു. ഈ സിനിമ നമ്മൾ എപ്പോ കണ്ടു കഴിഞ്ഞാലും ഇല്ലേ, ബോർ അടിക്കില്ല. അതായത് സിനിമ ഭയങ്കര പെർഫെക്റ്റ് ആണ്, നല്ല ടെക്നിക്കൽ സ്കില്ലാണ്, ഭയങ്കര ഡയറക്ഷൻ ആണ്, അതൊന്നുമല്ല. ബോർ അടിപ്പിക്കാതെ നമ്മളെ പിടിച്ചിരുത്താൻ വേണ്ടി പറ്റുന്ന ഒരു സിനിമയാണിത്. എനിക്ക് തോന്നുന്നു ജിസ് ജോയ് അദ്ദേഹത്തിന്റെ ഫസ്റ്റ് പടം ജിസ് ജോയ് ആസിഫ് അലി എന്ന കോമ്പിനേഷൻ തന്നെ ഉണ്ടായി വരുന്നത് ഈ സിനിമയ്ക്ക് ശേഷമാണ്. ഒരു കിടിലൻ കോമ്പിനേഷൻ. പിന്നീട് അവര് ഒരുമിച്ച് ചെയ്തിട്ടുള്ള സിനിമകളൊക്കെ കണ്ടിരിക്കാൻ കൊള്ളാവുന്ന സിനിമകളാണ്, വല്ലാണ്ട് മോശം പറയിപ്പിക്കുന്ന സിനിമകളൊന്നുമല്ല. സിനിമയെ കുറിച്ച് പൊതുവെയുള്ള അഭിപ്രായങ്ങൾക്ക് വ്യത്യാസം ഉണ്ടാവും. കാരണം ഈ നന്മമര കഥാപാത്രങ്ങളെ വല്ലാണ്ട് പ്രൊജക്ട് ചെയ്ത് അവസാനം വന്ന സിനിമകളൊക്കെ ഏതാണ്ട് ഫ്ലോപ്പായി തന്നെയാണ് എനിക്ക് തോന്നുന്നത്. എന്തൊരു സിനിമയിലെ സിദ്ദീഖ്, KPSC ലളിത, അപർണ ഗോപിനാഥ്, അതുപോലെ തന്നെ ജാഫർ ഇടുക്കി എനിക്ക് തോന്നുന്നു ഈ പടത്തിന് ശേഷമാണ് ലെങ്തി ആയിട്ടുള്ള റോൾസ് എല്ലാം ചെയ്യാൻ വേണ്ടി തുടങ്ങിയത്. അതിന് മുമ്പ് 1-2 സീനുകളിൽ വന്നു പോകുന്നുള്ളതല്ലാതെ ഇതിന് ശേഷമാണെന്ന് തോന്നുന്നു ഇങ്ങനെ കൂടുതൽ സമയം നമുക്ക് സ്ക്രീൻ ടൈം അദ്ദേഹത്തിന് കിട്ടി തുടങ്ങിയത്. നല്ല റോളായിരുന്നു, നന്നായി തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ KPSC ലളിത, സിദ്ദീഖ് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. ജിസ് ജോയുടെ പടങ്ങളിൽ ഇവരെ കാണാൻ തന്നെ ഭയങ്കര രസമാണ്. നമ്മൾ ഈ സത്യനന്ദിൽ കണ്ട സിനിമയെ കുറിച്ചെല്ലാം പറയില്ല, അതുപോലെ തന്നെ ഒരു ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള കഥാപാത്രങ്ങളായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ രസകരമായിട്ടുള്ള കഥാപാത്രമായിരിക്കും. നമ്മൾ അത്രയും നാൾ കണ്ടതുപോലെ ആയിരിക്കില്ല. പിന്നെ KPSC ലളിത അറിയാലോ, ഭയങ്കര സീനിയർ ആയിട്ടുള്ള ലെജൻഡറി ആയിട്ടുള്ള ആക്ട്രസ് ആണ്. എന്ത് കൊടുത്തു കഴിഞ്ഞാലും അവരുടെ കയ്യിൽ നിൽക്കും സാധനം. പിന്നെ ഈ പടത്തില് ഈ മലയാളികളുടെ ഈ നൊസ്റ്റാൾജിയ എന്ന് പറയുന്ന സാധനത്തിന് നല്ല രീതിയിൽ യൂസ് ചെയ്തിട്ടുണ്ട്. ഈ 1000 കണ്ണുമായി കാത്തിരുന്നു നിന്നെ ഞാൻ, ആ പാട്ട്, അതുപോലെ തന്നെ തരംഗിണിയുടെ ചില കാസറ്റുകളെ കുറിച്ചിട്ടെല്ലാം ഈ സിനിമയിൽ ഇങ്ങനെ പറയുന്നുണ്ട്. യേശുദാസ്, ചിത്ര, ആ പാട്ട്, അവരുടെ കോമ്പിനേഷനിൽ ഒരുപാട് പാട്ടുകളൊക്കെ ഇറങ്ങിയിട്ടുണ്ടല്ലോ. ഇതെല്ലാം മലയാളികളെ സംബന്ധിച്ച് ഭയങ്കര നൊസ്റ്റാൾജി ഉണ്ടാക്കുന്ന സാധനങ്ങളാണ്. ആ ഒരു എലമെന്റ് വളരെ വിദഗ്ധമായിട്ട് ജിസ് ജോയ് പടത്തില് യൂസ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം 2013 ശേഷം ഈ ഫീൽ ഗുഡ് സീരീസിൽ വന്നിട്ടുള്ള ചില സിനിമകളിലൊക്കെ നമ്മുടെ നൊസ്റ്റാൾജിയെ ഇങ്ങനെ കുത്തിപ്പോക്കുന്ന ചില സാധനങ്ങളെല്ലാം ഈ ഒരു ഫോർമാറ്റിലാണ് പിന്നീട് ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത്. പിന്നെ അപർണയുടെ പെർഫോമൻസ് എനിക്ക് അന്നും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയിട്ടുണ്ട് കേട്ടോ. അത് ഈ പടത്തിലെ ലീഡ് റോളിൽ വന്നിട്ടുള്ള ഈ ആസിഫ് അലി, അതുപോലെ തന്നെ വിജയ് ബാബു, പിന്നെ ബിനീഷ് കൊടിയേരി, സൈജു കുറുപ്പ്, ഇങ്ങനെ ചില ആർട്ടിസ്റ്റുകളുടെ പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ ഇവരെല്ലാം ആദ്യമായിട്ട് അഭിനയിക്കുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യും. മേ ബി അത് ഈ ഡയറക്ഷന്റെ പോരായ്മ കൊണ്ട് നമുക്ക് തോന്നുമായിരിക്കും, ആദ്യത്തെ പടമാണല്ലോ. പക്ഷെ അപർണയുടെ പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാലില്ലേ, നമുക്കത് ഈ സിദ്ദീഖിന്റെയും KPSC ലളിതയുടെ എല്ലാം ആ ഒരു റേഞ്ചിലേക്കാണ് നമുക്ക് തോന്നുന്നത്. ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളെ പോലെ അവർ ചെയ്തിട്ടുണ്ട്. ദാറ്റ്സ് റിയലി ഗുഡ്. അവർ നല്ലൊരു ആർട്ടിസ്റ്റ് ആയിരുന്നു. ഇപ്പൊ പിന്നെ സിനിമയിലൊന്നും അങ്ങനെ കാണാറില്ല. പിന്നെ ഈ പടത്തിന്റെ ഫസ്റ്റ് ഒരു ഭാഗം ഉണ്ടല്ലോ, ഈ ചാക്കോടെ ഈ കുട്ടിക്കാലം, അയാളുടെ ഫാമിലി സ്റ്റോറി ഒക്കെ പറയുന്ന ഒരു ഭാഗത്ത് അഭിനയിച്ചിട്ടുള്ള എല്ലാ ആർട്ടിസ്റ്റുകളുടെ പെർഫോമൻസും ഭയങ്കര വീക്കറായിരുന്നു. അത് ആദ്യം കാണുമ്പോഴേ എനിക്ക് തോന്നിയതാണ്. പ്രത്യേകിച്ച് ചൈൽഡ് ആർട്ടിസ്റ്റുകളുടെ പെർഫോമൻസ് എല്ലാം നമുക്ക് തന്നെ എന്ന് തോന്നും. പിന്നെ ഈ ബോസ് ഏട്ടൻ, അതായത് ബോസ് പ്രകാശ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ, സലീം കുമാറിന്റെ കഥാപാത്രം, ആ ക്യാരക്ടറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് 2 കുട്ടികളുണ്ട്. അവരുടെ പെർഫോമൻസ് മച്ച് ബെറ്റർ ആയിരുന്നു ബാക്കിയുള്ള ചൈൽഡ് ആർട്ടിസ്റ്റുകളെ അപേക്ഷിച്ചിട്ട്. പിന്നെ ഒരു ആംബിയൻസ് തന്നെ കുറച്ച് രസമാണ്. ആ സൈക്കിൾ കേട്ടോണ്ടിരുന്ന സാധനം, ഒരു വലിയ ഗ്യാരേജ് പോലത്തെ സ്ഥലം, സലിംകുമാറിൻ്റെതായിട്ടുള്ള ടിപ്പിക്കലായിട്ടുള്ള ചില തമാശ കാര്യങ്ങളെല്ലാം ആ ഒരു ഭാഗത്തുണ്ട്. പിന്നെ ആ ഭാഗത്ത് ദേവനും സായികുമാറും ഉണ്ട് എന്ന് തോന്നുന്നു. അതെല്ലാം രസകരമായിട്ടുള്ള സാധനമുണ്ട്. സായികുമാർ നമ്മൾ ഒരുപാട് തവണ കണ്ടിട്ടുള്ള ടൈപ്പ് കഥാപാത്രം, ദേവന് കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള റോൾ കിട്ടിയതും ഈ പടത്തിലായിരുന്നു. പിന്നെ ഒരു കാര്യം, വിജയ് ബാബു, അതായത് വിജയ് ബാബു ഇപ്പൊ അഭിനയിക്കുന്ന ഒരു സ്റ്റൈൽ ഉണ്ടല്ലോ, അതല്ല അതിന് മുമ്പ് ഇയാൾ ചെയ്തു വെച്ചിട്ടുള്ള ഒരു പഴയ രീതിയിൽ ചെയ്തു വെച്ചിട്ടുള്ള ഒരു റോളായിരുന്നു ഈ പടത്തിലെ കാശിനാഥനാന്ന് തോന്നുന്നു. ഇയാളിങ്ങനെ ബാറിലെല്ലാം ഇരുന്നുണ്ടല്ലോ പറയുന്നൊക്കെ ഉണ്ട്. ഇപ്പൊ കാണുന്ന സമയത്ത് നമുക്ക് ക്രിഞ്ച് അടിക്കും, ഒരു വല്ലാത്തൊരു ഫീലാണ് കാണുമ്പോൾ. എപ്പോഴും അങ്ങനെ ഉണ്ടാവുമല്ലോ. എന്നാലും കുറച്ചുകൂടി ബെറ്റർ ആക്കാമായിരുന്നു എന്ന് തോന്നിയ സാധനം തന്നെയാണ്. പിന്നെ ഒരു സീൻ കൺസ്ട്രക്ട് ചെയ്യുന്നതിൽ ഒട്ടും ഫ്ലോ ഇല്ലാതെ ചെയ്തു വെച്ചൊരു പടം കൂടിയായിരുന്നു ബൈസൈക്കിൾ തീവ്സ്. ആദ്യത്തെ സിനിമ ആകുമ്പോഴത്തേക്ക് അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ ഒരു കാര്യം, ഈ പടത്തിന്റെ മ്യൂസിക് ആണ്. ദീപക് ദേവ് ആണ് ബാക്ക്ഗ്രൗണ്ട് സ്കോറും ഒറിജിനൽ സ്കോറും ചെയ്തിട്ടുള്ളത്. ബാക്കി എല്ലാ പാട്ടുകളും എനിക്ക് അത്ര വലിയ അടിപൊളിയായി തോന്നിയിട്ടില്ല. പക്ഷേ ശങ്കർ മഹാദേവൻ പാടിയൊരു പാട്ടില്ലേ, പുഞ്ചിരി തഞ്ചും
ചുണ്ടിൽ രോമൽ കൊഞ്ചൽ കുളിരെ, ഞാൻ ഒരുപാട് തവണ കേട്ടിട്ടുള്ള ഒരു പാട്ടാണ്, പ്രത്യേകിച്ച് എന്റെ കോളേജ് ടൈമിൽ. ഇമാതിരി പാട്ടെല്ലാം പിന്നെ കോളേജ് ടൈമിൽ കേൾക്കുന്നത് എന്തിനാണെന്ന് അറിയാലോ, ഞാൻ അതിലേക്ക് വരുന്നില്ല. പക്ഷെ ഭയങ്കര രസമുള്ള ഒരു പാട്ടാണ്, ഒരു നരേഷൻ പോലെയല്ല നമുക്ക് തോന്നും, ഒരു കവിത അല്ലെങ്കിൽ പറയില്ല അതുപോലെ തോന്നും. ശങ്കർ മഹാദേവൻ മലയാളത്തിൽ പാടിയിട്ടുള്ള മറ്റു പാട്ടുകളെ വെച്ച് നോക്കുന്ന സമയത്ത് കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പാട്ട്, എപ്പോ കേട്ടാലും ഭയങ്കര ഫ്രഷ് ആയിട്ടുള്ള ഒരു ഫീലിംഗ്, എന്നാ പിന്നെ ഒന്ന് പ്രേമിക്കുക എന്നൊക്കെ തോന്നുന്ന രീതിയിലുള്ള ഒരു പാട്ടായിരുന്നു. നൈസ് ആയിട്ടുള്ള പാട്ട്. പിന്നെ ആ പാട്ട് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത് സീൻ നോക്കിക്കഴിഞ്ഞാലും ഭയങ്കര ലൈവാണ്, ഭയങ്കര റിയൽ ആയിട്ട് ചെയ്തിട്ടുള്ള പോലെ നമുക്ക് തോന്നും. കിട്ടലായിട്ടുള്ള പാട്ടായിരുന്നു. പിന്നെന്താണ് ഈ പടത്തിനെ കുറിച്ച് പറയാനുള്ളത്? ഈ പടത്തിലെ ലാസ്റ്റത്തെ ഭാഗം, അതായത് ഇന്റർവെല്ലിന് ശേഷമുള്ള ഭാഗത്തേക്ക് വരുന്ന സമയത്ത് സിനിമ കുറച്ചുകൂടി ഫാസ്റ്റർ ആയിട്ട് ടപ്പടപ്പേന്ന് പോകുന്നുണ്ട്. പിന്നെ ക്ലൈമാക്സിൽ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു ട്വിസ്റ്റിന്റെ മേലെ വേറെ ട്വിസ്റ്റും കൂടി തന്ന സമയത്താണ് നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുക. ഓക്കെ, ഫീൽ ഗുഡ് പടങ്ങളിൽ ഇങ്ങനെയും ചില സാധനങ്ങളെല്ലാം എന്താണ് പരീക്ഷിക്കാൻ വേണ്ടി പറ്റും എന്ന് കാണിച്ചു തന്ന സിനിമ കൂടിയായിരുന്നു ഇത്. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ. ഞാൻ ആദ്യം കാണുന്ന സമയത്ത് തന്നെ എനിക്ക് ഇത് കൊള്ളാലോ എന്ന് തോന്നിപ്പിച്ച സാധനമായിരുന്നു ഈ ട്വിസ്റ്റും അത് കഴിഞ്ഞ് വരുന്നൊരു സാധനമൊക്കെ. പിന്നെ ഈ സിനിമയെ കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ എനിക്ക് ആദ്യം വരുന്ന ഒരൊറ്റ സീൻ ഉണ്ട് കേട്ടോ, പെട്രോൾ പമ്പ് സീന്. അജു വർഗീസും ബാലു വർഗീസും പെട്രോൾ അടിക്കാൻ നിൽക്കുന്ന ഒരു സീനില്ലേ, ആദ്യം കാണുമ്പോൾ എനിക്ക് ക്ലിക്ക് ആയ സീനാണ്. പിന്നെ ഈ അടുത്ത കാലത്ത് എപ്പോഴും കുറെ ആൾക്കാർ എന്നെ റീൽസ് എല്ലാം ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഈ നോർത്ത് ഇന്ത്യൻ ഫുണ്ടാസ് എല്ലാം ഒരുപാട് റീൽസിനെ സംബന്ധിച്ച് ചെയ്തിട്ടുണ്ട് ഇതേപോലെ തന്നെ സാധനം. പക്ഷെ ഇപ്പൊ ടെക്നിക്കലി അങ്ങനെ പോസിബിൾ ഒന്നും അല്ല, അത് കണ്ടുപിടിക്കാൻ വേറെ വഴിയൊക്കെ ഉണ്ട്. പക്ഷെ ആദ്യം ഞാനിത് കണ്ടപ്പോഴത്തേക്കും ഇത് കൊള്ളാലോ, ഇത് പരീക്ഷിച്ചാലോ എന്നൊക്കെ ഞാനും ചിന്തിച്ചിട്ടുണ്ട്. നൈസാണ്. പക്ഷെ ഇത് അജുവിന്റെയും ബാലുവിന്റെ എല്ലാം പോസ്റ്റർ ഉണ്ടല്ലോ, അതായത് ക്യാരക്ടർ പോസ്റ്ററെല്ലാം വരുന്ന സമയത്ത് പണ്ട് ഫേസ്ബുക്കിൽ ഒരു 12 കൊല്ലം മുമ്പ് ഇവരെല്ലാം ഒരു വൈറ്റ് ഇന്നർ പോലത്തെ ബിന്നിനൊക്കെ ഇട്ടിട്ട് നിൽക്കുന്ന ഒരു പോസ്റ്റർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കണ്ടപ്പോ ഞാൻ അന്ന് വിചാരിച്ചത് ഇവര് പടത്തിൽ അതായത് ലോങ് തുടക്കം മുതൽ അവസാനം വരെ ഉണ്ടാവുന്നായിരുന്നു. പക്ഷെ അത്രയൊന്നും ഉണ്ടായില്ല, കുഞ്ഞു ക്യാരക്ടർ ആയിരുന്നു. സോ സീ ഇൻ ദി നെക്സ്റ്റ് വീഡിയോ ഓഫ് ആ പഴയ പടം.